അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ റവ അളന്നെടുക്കാം. ആ ഗ്ലാസിന്റെ അളവിലായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ടൈം കുറച്ച് വെച്ചിട്ട് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരും. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ റവ അങ്ങ് കളറൊന്നും മാറാൻ പാടില്ല. കളർ മാറാതെ തന്നെ ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത റവ ആയതുകൊണ്ട് ഒരു 4 മിനിറ്റ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത റവയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒക്കെ റോസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ റവ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഫ്ലെയിം കൂട്ടരുത്. മാവിൻ്റെ ഒരു പരുവത്തിനായി കിട്ടണം. ഇളക്കി കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പം ഇതുപോലെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് മാവ് കിട്ടും. അപ്പോൾ മാവെല്ലാം നല്ലോണം ഉരുണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പാന് ചൂടാണ്. അപ്പോൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് അങ്ങ് ചൂട് മാറരുത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത റവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് ആ ചൂടൊന്ന് മാറണം. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ്. പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഈ റവയിൽ മാത്രം നമ്മൾ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിന് ഇത് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. മാവ് നല്ല സോഫ്റ്റ് അല്ലേ. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചുരുട്ടിയെടുക്കുക. മാവ് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്നും കുഞ്ഞുരുള എടുക്കുക. ഇത്രയും മാവ് എടുക്കുക. ഇതുപോലൊന്ന് ഉരുട്ടിയതിന് ശേഷം കൈൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതുപോലൊന്ന് ഉരുട്ടി കൊടുക്കുക. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ മാവെല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഒരുമിച്ചിടരുത്. കുറച്ചായിട്ടിട്ട് നിറം മാറാത്ത രീതിയിൽ വേണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇട്ട് കൊടുത്ത് ഉടൻ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇടയിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാടങ്ങ് മുരിഞ്ഞ് ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ സാഫ്രോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേണം നിർബന്ധമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക തല്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു നൂൽ പാവൊന്നും ആയി പോവരുത്. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് തിളച്ച് വരണം. പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു ഒട്ടുന്ന പരുവാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഒന്ന് തൊട്ട് നോക്കുക. ഇപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര പാനി റെഡിയായൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ ഒട്ടുന്നതായിട്ട് തോന്നും. ഒരു നൂൽ പാവൊന്നും ആയി പോരുത്. ഒട്ടുന്നത് പോലെ 2 കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് ഒട്ടുന്നത് പോലെ അറിയാൻ പറ്റും. ചെക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ ഇതിൽ പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതായത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത കട്ട് ചെയ്തത് ഇതിലേക്ക് അങ്ങ് വിതറിയിട്ട് കൊടുക്കാം. വേണോ നിർബന്ധമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്